എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് GST പോർട്ടലിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരുന്നു. IMSനെ പറ്റിയിട്ട്, അതായത് ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് FAQs വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം, ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ ഫെസിലിറ്റി ഇൻ GST സിസ്റ്റം where the invoices record saved the file by the supplier in GSTR 1 or IFF can be accepted, rejected or kept pending by recipient in order to correctly avail LTC. അതായത് ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലർ GSTR 1 or IFF റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിനുള്ള ഇൻവോയ്സ് സ്റ്റേറ്റസ് ഒക്കെ ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റമിൽ വന്നിട്ടുണ്ടാവും. അത് റെസിപ്പിയൻറ്റിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കുക. ഇത് 3 ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ITC അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മുമ്പാണെങ്കിൽ നിങ്ങളുടെ സപ്ലയർ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിലുള്ള ITC നിങ്ങൾക്ക് അവൈൽ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് റോങ് ആയിട്ട് എന്തെങ്കിലും ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ ആ ഇൻവോയ്സ് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻകറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ITC വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇൻവോയ്സിനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെൻഡിങ് വെക്കാം. ഇത് 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം എന്താണോ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ്, ഹൗ ക്യാൻ ഐ ആക്സസ് IMS? ഈ IMS പോർട്ടലിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ്. അതിൻ്റെ ഉത്തരം, IMS ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ബിലോ പാത്ത് ഓൺ GST പോർട്ടൽ. അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഡാഷ്ബോർഡ്. ആദ്യം GST പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ സർവീസസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. പിന്നെ റിട്ടേൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം IMS എന്ന് അവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് IMS പോർട്ടലിലേക്ക് ആക്സസ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ചോദ്യം, വെൻ വിൽ IMS ബി മെയ്ഡ് അവൈലബിൾ ടു ടാക്സ് പെയർ? IMS ടാക്സ് പെയറിന് എപ്പോൾ തൊട്ടാണ് അവൈലബിൾ ആയിരിക്കാനാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം, IMS വിൽ ബി ലോഞ്ച്ഡ് ഓൺ ദി GST പോർട്ടൽ ഫ്രം 1 October 2024. ഈ ഡേറ്റിൽ, അതായത് 1 October 2024 തൊട്ടാണ് നിങ്ങൾക്ക് ടാക്സ് പെയറിന് ഈ IMS എന്ന ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കിട്ടുക. For taking action on received invoice records from 14th October 2000. ഇതിൽ നിങ്ങൾക്ക് ആക്ഷൻ, അതായത് ഈ അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, പെൻഡിങ് വെക്കാവുന്ന 3 ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 14th October ശേഷമായിരിക്കും ഈ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഓൾ റെക്കോർഡ്സ് വിൽ ബി അവൈലബിൾ ഇൻ IMS ഫോർ ടേക്കിംഗ് ആൻ ആക്ഷൻ? അതായത് ഈ IMS ഇതിനെ ആക്ഷനിലേക്ക് എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ റെക്കോർഡ്സ് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക എന്നാണ്. അതിനുള്ള ഉത്തരം, ഓൾ ദി സേവ്ഡ് ഓർ ഫൈൽഡ് ഒറിജിനൽ ഇൻവോയ്സ് റെക്കോർഡ്സ് ആൻഡ് their amendment by suppliers through GSTR 1 will be available to the recipient for taking action in IMS. അതായത് എല്ലാ സേവ് ചെയ്ത് വെച്ചതും ഫയൽ ചെയ്തതുമായ റെക്കോർഡ്സ്, നിങ്ങളുടെ ഒറിജിനൽ ഇൻവോയ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ്, പിന്നെ അമെൻമെൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ സപ്ലയേഴ്സ് അവരുടെ GSTR 1 or IFF റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് റെസിപ്പിയൻറ്റിന് ഇത് അവൈലബിൾ ആയിരിക്കും. However, the documents where ITC is not eligible either due to POS rule section 16 subsection 4 of the CGST Act. ചില ITC നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കില്ല. അത് ഈ POS റൂളിലുള്ളതും പിന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 4 ഓഫ് CGST ആക്ട് പ്രകാരമുള്ള ITC നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഡീറ്റെയിൽസ് വിൽ നോട്ട് അപ്പിയർ ഓൺ IMS ആൻഡ് വിൽ ഡയറക്ട്ലി ഗോ ടു ദി ITC നോട്ട് അവൈലബിൾ. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ IMS പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ITC നോട്ട് അവൈലബിൾ എന്ന ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് അവിടെ പോയി കിടക്കും.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് റെക്കോർഡ്? നിങ്ങളൊരു ഡീറ്റെയിൽസിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം, ഓൾ ദി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് റെക്കോർഡ്സ് ബിലോങ്സ് ടു എ പെർട്ടിക്കുലർ GSTR 2B പീരിയഡ് വിൽ ബി റിമൂവ്ഡ് ഫ്രം IMS ഓൺ ഫൈലിംഗ് ഓഫ് GSTR 3B ഫോർ പെർട്ടിക്കുലർ പീരിയഡ്. എല്ലാ അക്സെപ്റ്റ് ചെയ്തതും റിജക്ട് ചെയ്തതുമായിട്ടുള്ള ഡേറ്റാസ് ഒരു പെർട്ടിക്കുലർ GSTR 2B പീരീഡിൽ അത് അക്സെപ്റ്റ് ചെയ്തത് റിജക്ട് ചെയ്തിട്ടുള്ളതും ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആയിരിക്കും. IMS പോർട്ടലിന് അത് GSTR 3B റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് IMS പോർട്ടലിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതും റിജക്ട് ചെയ്തതുമായിട്ടുള്ള ഡേറ്റാസ് IMS പോർട്ടലിൽ നിന്ന് റിമൂവ് ആവും. ഓൺലി ദി പെൻഡിങ് റെക്കോർഡ്സ് ആൻഡ് ദി ഇൻവോയ്സ് റെക്കോർഡ്സ് ബിലോങ്സ് ടു ദ ഫ്യൂച്ചർ ടാക്സ് പീരിയഡ് ഷെൽ ബി റിമൈൻ ഇൻ IMS. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പെൻഡിങ് വെച്ചിട്ടുള്ളത് ആ ഡേറ്റാസും പിന്നെ ഇൻവോയ്സ് റെക്കോർഡ്സ് മാത്രമാണ് ഫ്യൂച്ചർ ടാക്സ് പീരിയഡിൽ നിങ്ങൾക്ക് IMS പോർട്ടലിൽ സേവ് ആയിട്ട് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, വെൻ വിൽ ദ ഡോക്യുമെന്റ് ബി ഫ്ലോൺ ഓൺ IMS? അതായത് IMS പോർട്ടലിൽ എപ്പോഴാണ് ഡോക്യുമെന്റ്സ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഡോക്യുമെന്റ് വിൽ ബി അവൈലബിൾ ഇൻ IMS as soon as they are saved by the supplier in their corresponding GSTR 1 or 1A or IFF. അതായത് നിങ്ങളുടെ സപ്ലയർ അവരുടെ GSTR 1 അല്ലെങ്കിൽ 1A അതായത് അമെൻമെന്റ് ഓർ IFF ഇത് മൂന്നും ഫയൽ ചെയ്ത കറസ്പോണ്ടിങ് മന്തിലത്തെ ഫയൽ ചെയ്ത ഉടനെ നിങ്ങളുടെ IMS പോർട്ടലിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്ത ചോദ്യം, വെൻ ക്യാൻ ദി റെസിപ്പിയന്റ് ടാക്സ് പെയർ ടേക്ക് ആക്ഷൻ ഓൺ എ റെക്കോർഡ്? അതായത് റെസിപ്പിയന്റ് ടാക്സ് പെയർ എപ്പോഴാണ് ഈ റെക്കോർഡിന്റെ മേലെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്? അതായത് അക്സെപ്റ്റ്, റിജക്റ്റ് ഓർ പെൻഡിങ് വെക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്നാണ് അടുത്ത ചോദ്യം. As soon as the supplier or the taxpayer saves the invoice record in GSTR 1, it is shown and is available to the recipient taxpayer in IMS for taking action. അതായത് ഒരു GST പോർട്ടലിൽ സപ്ലയർ അവരുടെ GSTR റിട്ടേൺ ഫയലിംഗ് ചെയ്ത ഉടനെ നിങ്ങളുടെ IMS പോർട്ടലിൽ ഡീറ്റെയിൽസ് വരുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ആ ഡീറ്റെയിൽസ് വന്ന ഉടനെ നിങ്ങൾക്ക് അതിന്റെ മേലെ നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യം, വാട്ട് ആൾ ഡോക്യുമെന്റ്സ് will not be made available in IMS but will be part of GSTR 2B? ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ IMS പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കില്ല പക്ഷെ GSTR 2Bയുടെ ഒരു പാർട്ട് ആയിരിക്കും? അത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിലോ റെക്കോർഡ്സ് വിൽ നോട്ട് ബി പാർട്ട് ഓഫ് IMS ബട്ട് വിൽ ഡയറക്ട്ലി ഫ്ലോ ടു GSTR 2B. ചില ഇപ്പൊ പറയുന്ന ഡോക്യുമെന്റ്സ് IMS ഉണ്ടാവില്ല പക്ഷെ ഡയറക്റ്റ് ആയിട്ട് GSTR 2Bയിൽ അവൈലബിൾ ആയിരിക്കും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഡോക്യുമെന്റ് ഫ്ലോ ഫ്രം ദ ഫോളോയിങ് ഫോംസ്: GSTR 5 ആൻഡ് GSTR 6. GSTR 5 പിന്നെ GSTR 6 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് IMS പോർട്ടലിൽ ഉണ്ടാവില്ല, അത് ഡയറക്റ്റ് ആയിട്ട് GSTR 2Bയിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഐസ്കേറ്റ് ഡോക്യുമെന്റ്സ്, ഇതൊക്കെ എക്സ്പോർട്ടേഴ്സിനാണ് കൂടുതൽ അപ്ലിക്കബിൾ ആവുക. ഐസ്കേറ്റ് ഡോക്യുമെന്റ്സ്, പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഡോക്യുമെന്റ്, പിന്നെ ഡോക്യുമെന്റ് വെയർ ITC ഈസ് ഇൻഎലിജിബിൾ ഡ്യൂ ടു POS റൂൾ പ്രകാരം ITC ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, പിന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 4 ഓഫ് CGST ആക്ട് പ്രകാരമുള്ള ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഇതിൽ IMS പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കില്ല. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് GSTR 2Bയിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു ഡോക്യുമെന്റ്സ് വെയർ ITC ടു ബി റിവേഴ്സ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് റൂൾ 37A. റൂൾ നമ്പർ 37A പ്രകാരം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിവേഴ്സ് IMFനെ പറ്റിയിട്ടുള്ള FAQsന്റെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പാർട്ട് 2വുമായിട്ട് കാണാം. അതുവരയ്ക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു, ബൈ ബൈ.